ദൈവത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, സന്തോഷത്തോടൊരിക്കൽ കൂടി ദൈവത്തിൻ്റെ തിരുമുമ്പാകെ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ഒരു അവസരം ദൈവം നമുക്ക് തരികയാൽ ഈ നല്ല സന്ദർഭത്തിനായി ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒന്നിച്ച് സ്തോത്രം ചെയ്യാം. സർവാധികാരിയായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ ആർദ്ര കരുണയാലും ദൈവത്തിൻ്റെ പരമാധികാരത്താലും ഓരോ ദിവസവും തനിക്കുള്ളവരെ കരുതുകയും അവരോടുള്ളത് അന്നെന്ന് പറഞ്ഞു തന്ന് നമ്മെ നല്ലവരായി നന്നാക്കിയെടുത്ത് മറ്റുള്ളവരുടെ നടുവിൽ ആകാശമണ്ഡലത്തിലെ നക്ഷത്ര ശോഭ പോലെ ശോഭിക്കേണ്ടതിന് കർത്താവ് നമ്മോട് കാണിക്കുന്ന ദൈവസ്നേഹത്തിനായി എത്ര സ്തുതിച്ചാലും മതി വരില്ല. അത്രയ്ക്ക് ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദിവസവും വചനം തന്നും വാക്കുകൾ പറഞ്ഞു തന്ന് ദൈവിക ദൂതുകൾ പങ്കുവയ്ക്കാൻ എന്നെ യോഗ്യനാക്കുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനവും അറിയിച്ചുകൊണ്ട് ഒരു ലളിതമായ ചിന്ത പരിശുദ്ധാത്മപ്രേരിതനായി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരുങ്ങുന്നു. അതിനാധാരമായി വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 73-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 73-ാമത്തെ വാക്യം. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്ന് പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിൽ ഉള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ലാസ്റ്റ് സെൻറ്റൻസ്, നിന്റെ ഉച്ചാരണം നിന്നെ വെളിവാക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വിചാരണയും വിസ്താരവും നടക്കുകയാണ്. വിവിധ കോടതികളിൽ മാറി മാറി കർത്താവിനെ കൊണ്ടുപോയി കുറ്റം തെളിയിക്കാൻ വേണ്ടി കള്ളസാക്ഷികളുടെയും കള്ള ആരോപകരുടെയും മുമ്പിൽ യേശുവിനെ ഒരു ബലിമൃഗത്തെ നിർത്തിയിരിക്കുന്നത് പോലെ നിർത്തുകയാണ്. കർത്താവാകട്ടെ വായെ തുറക്കാതെ മിണ്ടാതിരിക്കുകയാണ്. അധികം ചോദ്യങ്ങൾക്ക് കോടതിയിൽ നിന്ന് വന്ന ശക്തന്മാരായിരിക്കുന്ന അധികാരികളുടെ ചോദ്യങ്ങൾക്കൊന്നും അധികം കർത്താവ് മറുപടി പറഞ്ഞില്ല. ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾക്ക് മാത്രമേ വിസ്താരവേളയിൽ കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളൂ. ഇവിടെയും യേശുക്രിസ്തുവിനെ മഹാപുരോഹിതന്മാരുടെ അരമന സമുച്ചയത്തിനകത്ത് വിസ്തരിക്കുകയാണ്. വളരെ കലികയറിയ സന്നിധിയും സംഘം അവർ കർത്താവിനെ എങ്ങനെയെങ്കിലും ഒടുക്കിക്കളയണമെന്ന് കുറേ നാളുകളായി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആ സന്ദർഭത്തിലാണ് ദൈവനിർണയപ്രകാരം ഗതസമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നത്. മഹാപുരോഹിതന്മാരുടെ അരമനയിലാണ് ആദ്യം യേശുവിനെ കൊണ്ടുവരുന്നത്. അവിടെ സന്നിധിയും സംഘം എന്ന് പറയുന്ന മതകോടതിയുടെ സംഘമുണ്ട്. അവരുടെ മുമ്പിൽ വെച്ചാണ് വിസ്താരം നടക്കുന്നത്. കർത്താവിനെ അകത്തു കൊണ്ടുപോയി വാറുകൊണ്ട് ബന്ധിച്ച് പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ചുറ്റും നിന്നുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ച് യേശുവിനെ വിസ്തരിക്കുക. ആ തണുപ്പുള്ള രാത്രി ആ നടുമുറ്റത്ത്, വലിയ ആ കോമ്പൗണ്ടിൻ്റെ നടുമുറ്റത്ത് പത്രോസ്, ആളുകൾ പലരും ചൂട് ലഭിക്കേണ്ടതിന് അഥവാ തണുപ്പ് മാറ്റേണ്ടതിന് ആ കുളിരുള്ള രാത്രി തീ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ട് ആ രാത്രി. ആദ്യം ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചു, നീ അവൻ്റെ കൂടെ ഉള്ളവനല്ലേ? അവൾ പറഞ്ഞു, എനിക്കറിയില്ല. കുറച്ചു നേരം കഴിഞ്ഞ് അങ്ങോട്ട് മാറിയിരുന്നപ്പോൾ വീണ്ടും അവിടെ ഒരു സ്ത്രീ വന്ന് ചോദിച്ചു. അവിടെയും യേശുവിനെ തള്ളിപ്പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചുറ്റും നിൽക്കുന്ന എല്ലാവരും തമ്മിൽ പറഞ്ഞുകൊണ്ട് ഇവൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, നീയും അവൻ്റെ കൂടെയുള്ളവനാണ്, നിശ്ചയം, ഞങ്ങൾക്കറിയാം. അതിന് തെളിവായിട്ട് അവർ പറഞ്ഞ വാചകമാണ് ഇന്ന് നാം ചിന്തിക്കാൻ വേണ്ടി എടുക്കുന്നത്. നിന്റെ ഉച്ചാരണം നിന്നെ വെളിവാക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് ഞാൻ ഏറെ ചിന്തിച്ചു. ഇവരൊക്കെ ആ നാട്ടുകാരൊക്കെ തന്നെയാണ്. ഗലീലക്കാരനാണെന്ന് സമ്മതിക്കുന്നു, മുക്കുവ പശ്ചാത്തലം ഉണ്ടെന്ന് സമ്മതിക്കുന്നു. പക്ഷേ ഗലീല, യഹൂദ്യ എന്നൊക്കെ പറയുന്ന ഒരുപാട് ദൂരമുള്ള സ്ഥലങ്ങളൊന്നുമല്ല. സാധാരണ ആളുകൾ തമ്മിൽ സംസാരിക്കുന്ന പോലെയൊക്കെ തന്നെ. ഒരുപക്ഷെ തിരുവനന്തപുരവും തൃശ്ശൂരും തമ്മിലുള്ള സംഭാഷണ രീതിക്ക് ആൻസൻ്റ് അല്ലേ, ആ സംഭാഷണ ശൈലിക്ക് വ്യത്യാസം ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനത്തെ വ്യത്യാസമൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ഇന്ന് ഇവിടെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് സംഭാഷണത്തിൻ്റെ ശൈലി മാറ്റത്തെക്കുറിച്ചല്ല. ഞാൻ അതിൻ്റെ സുതാര്യത മാത്രം പുറത്തേക്കെടുക്കാം. ഇവർ കണ്ടുപിടിച്ചത്, ഇവർ ഊന്നിപ്പറഞ്ഞത്, ഇവർ ഫോക്കസ് ചെയ്തത്, നിൻ്റെ ഉച്ചാരണ ശൈലി നിന്നെ വെളിപ്പെടുത്തുന്നു. ആ വാക്ക് സത്യത്തിൽ നമ്മൾ ഗ്രഹിക്കണം. സത്യമാണ് ഈ പറയുന്നത്. ഇവിടെ ഉച്ചാരണ ശൈലി എന്ന് പറയുന്ന ആ സംഭാഷണ രീതി, ആ
ആ സ്ലാങ് അല്ലെ, ഉപയോഗിക്കുന്ന രീതി, ആ ഭാഷാശൈലി, അത് ഇന്ന് തൽക്കാലത്തേക്കൊന്ന് ഒതുക്കി വെച്ചിട്ട് നമ്മുടെ സംസാരങ്ങൾ നമ്മളെ വെളിപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ പറയുന്നത് മറ്റുള്ളവരുടെ നടുവിൽ നമ്മൾ ഭംഗിയുള്ള വാക്ക് പറയണം, സഭ്യമായി സംസാരിക്കണം എന്നുള്ളത് മാത്രമല്ല. നമ്മൾ പ്രത്യേകിച്ച് ദൈവവചനം കേട്ട് ആത്മാവിൽ ജീവിക്കുന്ന ആളുകൾ ഒരാത്മലോകത്തെ കൂടെ മനസ്സിലാക്കി കൈകാര്യം ചെയ്ത് വേണം ജീവിക്കാൻ. ആത്മമണ്ഡലം എന്ന് പറയുന്ന ഒന്നുണ്ട്. അവിടെ വളരെ വളരെ പോരാട്ടങ്ങൾ നടക്കുന്നൊരു മേഖലയാണ്. നമുക്കറിയാൻ വയ്യാത്ത ഒരു പ്രത്യേക മണ്ഡലം, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്. പക്ഷേ അതുണ്ട്. അതിന് ഞാൻ തെളിവ് പറയാൻ പോയാൽ ഒത്തിരി സമയം എടുക്കേണ്ടി വരും. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരാൻ വേണ്ടി പറയാം. 70 പേരെ തിരഞ്ഞെടുത്ത് അയക്കുന്ന സമയത്ത് കർത്താവ് അവരെ പറഞ്ഞയച്ചിട്ട് തിരിച്ചവർ വരുമ്പോൾ യേശു പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അവർ തിരിച്ചു വന്നപ്പോൾ യേശു പറഞ്ഞു, ആകാശത്ത് നിന്ന് സാത്താൻ മിന്നൽ പോലെ താഴെ വീഴുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ആത്മലോകത്തിൽ ചിലത് നടക്കുന്നുണ്ട്. 2 ദൈവദാസന്മാർ ഒരുമിച്ച് ഒരു നാട്ടിലൂടെ യേശുക്രിസ്തു പറഞ്ഞതായി അനുസരിച്ച് അനുസരണത്തോടെ കർത്താവിൻ്റെ വേലക്കാരായി നടന്നപ്പോൾ തന്നെ അവർ ആകാശത്തിലേക്ക് നോക്കി കൈ ഉയർത്തി സാത്താൻ്റെ സിംഹാസനം ഒടിഞ്ഞ് താഴെ വീഴട്ടെ എന്നൊന്നും പറഞ്ഞില്ല. അധികാരപ്പെടുത്തിയവൻ കർത്താവായിരിക്കാൻ അവർ കാലുകുത്തി ചില പ്രദേശത്തൂടെ നടക്കുമ്പോൾ ആ മേഖലയ്ക്ക് മുകളിലിരുന്ന സാത്താൻ മിന്നൽ പോലെ താഴെ വീഴുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആത്മലോകം നമ്മൾ കാണാത്ത മണ്ഡലത്തിലുണ്ട്. നമ്മുടെ വാക്കുകൾ, സംഭാഷണങ്ങൾ, നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ, നമ്മുടെ ശൈലികൾ, പെരുമാറ്റങ്ങൾ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകൾ ശത്രു പിടിക്കാനിടയാകരുത്. പലപ്പോഴും നാം നമ്മെ മറക്കുന്നു. നാം ആരാന്ന് നമ്മുടെ വാക്കിലൂടെ വെളിപ്പെടുത്തണം. ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ സാധാരണക്കാരായിട്ടല്ല, നമ്മുടെ വാക്കുകളിലൂടെയാണ് പലപ്പോഴും നമ്മുടെ ആത്മീകം വെളിപ്പെടുന്നത്. നമ്മുടെ വാക്കുകളിലൂടെ പെരുമാറ്റം ശക്തമാണ്. വസ്ത്രധാരണം, ഇടപെടൽ, കൊടുക്കുക, ഇതൊക്കെ നമ്മൾ ആരാന്നുള്ളത് വെളിപ്പെടുത്തുന്നുണ്ട്. നമ്മളെവിടെയെങ്കിലും ഒരു ഐഡൻറ്റിറ്റി കാർഡ് സംഘടിപ്പിച്ച് പോക്കറ്റിൽ വെച്ചോണ്ടോ നമ്മുടെ കഴുത്തിൽ ടാഗ് പോലെ കെട്ടിത്തൂക്കിക്കൊണ്ടൊന്നും നടക്കണ്ട. കുറച്ചു നേരം ഒരാളുമായിട്ട് സംസാരിച്ചാൽ, പ്രാർത്ഥന കേട്ടാൽ പോലും നമുക്ക് മനസ്സിലാകും ആത്മീകനാണോ ജഡീകനാണോ, ആൾ കളിപ്പീരാണോ പറ്റിക്കലാണോ എന്ന് മനസ്സിലാകും. ചിലരെയൊക്കെ തന്ത്രശാലികളാണെങ്കിൽ ഇച്ചിരി സമയം എടുക്കുന്നുള്ളൂ, എന്നാലും മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, ഞാൻ നാട്ടുകാരും ചുറ്റുവട്ടത്ത് കിടക്കുന്നവരുടെ മുമ്പിൽ മര്യാദയ്ക്കും ഭംഗിയായിട്ടും സംസാരിക്കണം എന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എപ്പോഴാണെങ്കിലും നമ്മുടെ ഉച്ചാരണങ്ങൾ പാതാളശക്തികൾക്ക് നമ്മെ പിടിച്ചൊതുക്കാൻ പറ്റുന്നതായിരിക്കരുത്. നമ്മൾ സാധാരണ പറയില്ല, അവിശ്വാസത്തിൻ്റെ വാക്ക് പറയാതെ. ചില വാക്കുകൾ നമുക്ക് ചേരുന്നതല്ല. ആരോ പ്രസംഗിച്ചപ്പോൾ ഇവിടെ പ്രസംഗിച്ചു, അയ്യോ വയ്യേ എന്നൊക്കെ പറയുന്ന വാക്ക് ഒരു രാജാവിന് ചേർന്നതല്ല എന്ന് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തു. എൻ്റെ ഡയറിയിൽ ഇവിടെ എഴുതി വയ്ക്കുകയും ചെയ്തു. അദ്ദേഹം അങ്ങനെയുള്ള കുറേ വാക്കുകൾ ഇവിടെ ഉച്ചരിച്ചു. എന്നിട്ട് പറഞ്ഞു, അയ്യോ വയ്യേ, ചത്തേ, തീർന്നേ, ഈ വക വാക്കുകൾ ഒരു അധികാരിക്ക്, ഒരു രാജാവിന് ചേർന്നതല്ല. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിൻ്റെ മക്കളാണ്. രാജകീയ പുരോഹിത വർഗത്തിൽപ്പെട്ടവരാണ്. ദാവീദ് ഗോത്രത്തിൻ്റെ താക്കോലുള്ളവൻ്റെ അനുയായികളാണ്. യഹൂദാ ഗോത്രത്തിൻ്റെ സിംഹത്തിൻ്റെ സന്തതികളാണ്. ഒരിക്കൽ പോലും ഉച്ചാരണം കൊണ്ട് ശത്രു നമ്മളെ പിടിക്കരുത്. സൂക്ഷിച്ചോളണം. നാം നമ്മെ തന്നെ പറയുകയാണ്, ഞാൻ എന്നാ ഉള്ളേ, നിങ്ങളൊക്കെ ഇതൊക്കെ ചുമ്മാ ശൈലിക്ക് പറയുന്നതായിരിക്കും. പക്ഷേ എൻ്റെ ഒരു ഉപദേശം നിങ്ങൾക്ക് കേൾക്കാമെങ്കിൽ കേൾക്ക്. ഒരിക്കൽ പോലും അതിന് അർത്ഥം തലക്കനത്തോടുകൂടെ ഞാൻ വലിയ പുള്ളിയാണ് എന്ന ആ സ്റ്റൈലല്ല ഈ പറയുന്നത്. നിങ്ങൾക്ക് കാര്യം പിടികിട്ടുന്നുണ്ടായിരിക്കുമല്ലോ. ഒരിക്കൽ പോലും നമുക്ക് വേണ്ടി വില മുടക്കിയ കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയെ ഇടിച്ച് താത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കരുത്. ശരിയാണ്, ജനിച്ചതൊക്കെ ഒരു സാധു കുടുംബത്തിലായിരിക്കാം. അപ്പൻ്റെ അമ്മയുടെ പേര് കേട്ടാൽ തന്നെ ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാകും. അങ്ങനെയൊക്കെ സമൂഹം പറയുന്നുണ്ട് സഹോദരങ്ങളെ. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വിലയിരുത്തൽ കാണുമല്ലോ. നാടിൻ്റെ സ്ഥലം കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാം, ഞാനത് പറയുന്നത് ചിലരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയാതിരിക്കുന്നത്. ചില സ്ഥലത്ത് കഴിയുമ്പോൾ ഇന്ന നാട്ടുകാരെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു തലയാട്ടലുണ്ട്, ഒരു വിലയിരുത്തലുണ്ട്, ഒരു നോട്ടമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ജനിച്ചത് എവിടാണെങ്കിലും നമ്മുടെ മാതാപിതാക്കൾ എത്ര കഷ്ടപ്പെട്ട് വേർപ്പ് നാറുന്നവരായിരിക്കാം, ചെളിമണം ഉള്ളവർ, കാരണം പറമ്പിൽ കിടന്ന് പണിയെടുത്തവരല്ലേ.
അവിടെയൊക്കെ ഇന്ന് കണ്ടാൽ ഒരു പക്ഷേ തൊലിയൊക്കെ ചുക്കിച്ചുളുങ്ങി കറുത്ത് കരി വാളിച്ചവരായിരിക്കാം ഈ മണ്ണിനോട് മല്ലടിച്ച്. എന്നാലും നിങ്ങളവരെ ചേർത്ത് പിടിക്കണം ഇടയ്ക്കൊരു ഉപദേശം പറഞ്ഞുകൊണ്ട് ഞാൻ കാര്യം പറയാം. എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് നാം യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരാണ്. പരിശുദ്ധാത്മാവിനെ അകത്ത് കൊണ്ട് നടക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്. നമ്മുടെ ഉച്ചാരണങ്ങൾ ഒരിക്കലും ശത്രുവിന് നമ്മെ കൊച്ചായി കാണാൻ, നമ്മെ ഒതുക്കാൻ, നമ്മെ നിന്ദിക്കാൻ, നമ്മെ ഇല്ലാതാക്കാൻ ഉതകുന്ന തരത്തിൽ ഒരിക്കൽ പോലും, ഇപ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾ കേട്ടെന്നുള്ളതല്ല, ഞാൻ പറഞ്ഞല്ലോ ആത്മലോകം, ഒരിക്കൽ പോലും നാം നമ്മെ തന്നെ ചെറുതാക്കരുത്. ദൈവത്തെ ചാരിക്കൊണ്ട് ഞാൻ ദൈവ പൈതലാണ്, എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്, എൻ്റെ തലമുടി പോലും താഴെ പോകാൻ സമ്മതിക്കത്തില്ല, ദൂതന്മാർ എനിക്ക് കാവലുണ്ട്, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൈകളിലാണ്, എൻ്റെ കാല് തള്ളി പൊട്ടാൻ പോലും ദൈവമായ കർത്താവ് അനുവദിക്കത്തില്ല, എൻ്റെ കണ്ണ് നിറയാൻ സമ്മതിക്കത്തില്ല, എൻ്റെ അപ്പൻ എന്നെ ഭയങ്കര ഇഷ്ടം. ഇതൊക്കെ ഒന്ന് കൂടെ പറഞ്ഞു നോക്കി. അതായത് നിങ്ങളൊക്കെ വലിയ പുള്ളികളല്ലേ, ഞാനൊക്കെ ഞാൻ പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇവിടെ ദൈവത്തിന് വലിയ പുള്ളിയും ചെറിയ പുള്ളിയൊന്നുമല്ല. നമ്മയും സമ്പന്നരാക്കാൻ, വിശ്വാസത്തിൽ സമ്പന്നരാക്കാനാണ് നമ്മളെ വീണ്ടെടുത്തത്. ശിശുവായിരിക്കരുത്. പൗലോസ് പറഞ്ഞു, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ഇനി അങ്ങനെ സംസാരിക്കരുത്. ഉച്ചാരണങ്ങൾ നമ്മെ വെളിവാക്കും. നമ്മൾ ആരെന്ന് നമുക്കും മറ്റുള്ളവർക്കും, എക്സ്പെഷ്യലി സാത്താന്യ ലോകത്തിനും സംഭാഷണത്തിൽ നിന്ന് യേശുക്രിസ്തു ഉപവാസാനന്തരം സാത്താനെ ജയിച്ചതെങ്ങനെ? ഇല്ല കുരിശെടുത്ത് കാണിച്ചിട്ടാണോ? ഇല്ല മാന്ത്രിക കഥകളിലെ മാന്ത്രികന്മാർ ചെയ്യുന്നത് പോലെ കുരിശ് നീട്ടിക്കൊണ്ടാണോ സാത്താനെ ഓടിച്ചതല്ല. തൻ്റെ സംഭാഷണം, വാക്ക്, വചനം, അതിലൂടെയല്ലേ പിശാചിന് മനസ്സിലായത് ഇവൻ ദൈവപുത്രനാണെന്ന്. അധികാരം കൊണ്ടും വാക്കുകൊണ്ടും ഉച്ചാരണം കൊണ്ടും നാം നമ്മെ തന്നെ താഴ്ത്തിക്കളയരുത്, ഉയർത്തിപ്പിടിച്ചോളണം. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ചിന്തകൾക്കായി സ്തോത്രം. വാക്കുകൊണ്ട് ഒരുപാട് പേര് വീണു പോകുന്നു, വാക്കിൽ തെറ്റിപ്പോകുന്നു, അതിൻ്റെ കെടുതികൾ പലപ്പോഴും അനുഭവിക്കുന്നു. ഞങ്ങളുടെ സംഭാഷണത്തിലൂടെ ഞങ്ങളെ ഇല്ലാതാക്കാതെ, ഞങ്ങളുടെ പിള്ളേരെ ഇല്ലാതാക്കാതെ, ഞങ്ങൾ ആരെന്നറിഞ്ഞ് ബലപ്പെട്ട് അങ്ങനെ തന്നെ ഉച്ചരിപ്പാൻ ഞങ്ങളെ അനുവദിക്കണം. ഞങ്ങളുടെ ഉച്ചാരണം പോലും ഞങ്ങൾ സർവശക്തൻ്റെ മക്കളാണെന്ന് തെളിയിക്കണം. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇത് മനസ്സിലായവർക്ക് ധന്യത വരട്ടെ. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.